യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ രണ്ട് വശ്യമനോഹാരിത വക്താക്കളായ യമാലിന്റെ സ്പെയിനും എംബാപ്പയുടെ ഫ്രാൻസും കലാശപ്പോരിന്റെ ടിക്കറ്റും തേടി ഇറങ്ങുകയാണ്. ഇക്കുറി ലോകകപ്പിൽ എല്ലാത്തിനും വിജയം കണ്ട ദിദിയർ ദശാംസിന്റെ വീര്യത്തിനുമേൽ സ്ലോ ബിൽഡപ്പിലൂടെ കളിയഴക് പരത്തുന്ന ലൂയിസ് ഡെ ലാ ഫ്യൂന്റെയുടെ തന്ത്രങ്ങൾ ഫലം കാണുമോ എന്ന ചോദ്യത്തിന് മുന്നിലാണ് കൽപ്പന്ത് ലോകം മുഴുവനും. ഈയിടെ യമാൽ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തവണ ഫ്രാൻസ് ആരെയെങ്കിലും ഭയപ്പെടേണ്ടി വന്നാൽ അത് ഞങ്ങളെയാണ്. കാരണം യൂറോയിൽ 2 തവണയാണ് അവരെ മടക്ക ടിക്കറ്റ് കയ്യിലെടുത്തു കൊടുത്ത് നാട്ടിലേക്ക് പറഞ്ഞയച്ചത്. അതിനാൽ തന്നെ ഞങ്ങളെക്കാൾ മികച്ചവരാണ് ഫ്രാൻസ് എന്ന് എനിക്ക് പറയാനാകില്ല. ഇതായിരുന്നു ബെൽജിയത്തിനെതിരെയുള്ള മത്സരശേഷം യമാലിന്റെ പ്രസ്താവന. യമാനും സ്പെയിനും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് കണ്ട ഫ്രാൻസ് അല്ല ഇത്. എല്ലാ പൊസിഷനിലും മൂർച്ചപ്പെടുത്തിയ ആയുധങ്ങളാണ് ദശാംസിന് കീഴിലുള്ളത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പ്രതിരോധത്തിലൊന്ന് ചെറുതായി പാടിച്ച വന്നെങ്കിലും അതിന്റെ പഴുതെല്ലാം അടച്ചാണ് ഫ്രഞ്ച് പടയുടെ വരവ്. നാക്കിന്റെ ബലത്തിലല്ല, കളിയുടെ ഊക്കിലാണ് കാര്യമെന്ന് എംബാപ്പെ പറയാതെ പറയുന്നുണ്ടാകും. ഇതുവരെയുള്ള കണക്കുകൾ എടുത്തു നോക്കിയാൽ ഫ്രാൻസും സ്പെയിനും 38 തവണയാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. അതിൽ 18 വിജയങ്ങൾ സ്പെയിൻ നേടിയെടുത്തപ്പോൾ ഫ്രാൻസിന് വിജയിക്കാനായത് 13 എണ്ണത്തിൽ മാത്രമാണ്. ബാക്കി 7 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. അവസാനമായി കൊമ്പുകോർത്തത് 2025 നേഷൻസ് ലീഗ് സെമി ഫൈനലിലായിരുന്നു. തോൽക്കാൻ മനസ്സില്ലാത്ത ഇരുകൂട്ടരുടെ പോരാട്ടത്തിലൊടുക്കം സ്പാനിഷ് പട വിജയക്കൊടി നാട്ടി. സ്പെയിൻ 5 ഗോളുകൾ ഫ്രഞ്ച് വലയിലേക്ക് അടിച്ചിറക്കിയപ്പോൾ യമാലിന്റെ വക 2 ഗോളുകളും ഉണ്ടായിരുന്നു. മറുവശത്ത് ഫ്രാൻസ് 4 അടിച്ചപ്പോൾ എംബാപ്പയ്ക്ക് ലക്ഷ്യം കാണാനായത് പെനാൽറ്റിയിലൂടെ മാത്രം. ഇതിനു മുമ്പ് ഇരുവരും തന്ത്രമെറിഞ്ഞത് 2024 യൂറോ കപ്പിന്റെ സെമി ഫൈനലിലാണ്. എന്നാൽ അന്നും വിധി ഫ്രഞ്ച് പടക്ക് എതിരായി അവതരിച്ചു. വിജയദൂതുമായി കൗളോ മുവാനി അവതരിച്ചെങ്കിലും ആ ഗോൾ നൽകിയ പ്രതീക്ഷകൾക്കത്ര ആയുസ് ഇല്ലായിരുന്നു. 21-ാം മിനിറ്റിൽ യമാലിന്റെ പ്രഹരത്താൽ പ്രതീക്ഷകൾ അണഞ്ഞു തുടങ്ങി. 25 തികഞ്ഞപ്പോൾ ഓൾമോയും അവതരിച്ചു. അതോടെ കൊതിച്ചതെല്ലാം പൂർണ്ണമായും കെട്ടണഞ്ഞു. ദിദിയർ ദശാംസിനത് ഫ്രഞ്ച് പടയോടൊപ്പമുള്ള അവസാന നാളുകളാണെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അതിനാൽ തന്നെ കണക്ക് പുസ്തകത്തിൽ ബാക്കി കിടക്കുന്ന കണക്കുകളും വെട്ടിത്തിരുത്തി മടങ്ങാനാകും അയാൾ ഇഷ്ടപ്പെടുക. ഇതുവരെയുള്ള മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളും 3 അസിസ്റ്റുകളുമാണ് എംബാപ്പയുടെ ബൂട്ടിൽ നിന്നും പിറന്നിട്ടുള്ളത്. അതേസമയം ഡെംബലെയാകട്ടെ 5 ഗോളുകളുമായി ഫ്രഞ്ച് ടോപ്പ് സ്കോർമാരുടെ പട്ടികയിൽ 2ാമതുമുണ്ട്. ഇവർ അപകടം വിതക്കുമെന്നിരിക്കെ അതിന് പാതയൊരുക്കുന്ന ഒലീസയെ പിടിച്ചുകെട്ടിയില്ലെങ്കിൽ പിന്നെ പറയാനാവില്ല. സ്പാനിഷ് പടക്ക് മുന്നേറ്റ നിരയിൽ പ്രതീക്ഷ നൽകുന്നത് റയൽ സോസിഡാഡിന്റെ അണ്ടർറേറ്റഡ് സ്ട്രൈക്കറായ മിക്കായൽ ഓയർസബാലാണ്. 4 ഗോളുകളാണ് നിലവിൽ താരത്തിന്റെ സമ്പാദ്യം. മൊറീനോ 2 ഗോളുകളുമായി പിറകെയുണ്ട്. അസിസ്റ്റുകളുടെ കാര്യത്തിൽ കുക്കറൊല്ലയാണ് ഇതുവരെ മികവ് കാട്ടിയത്. 2 അസിസ്റ്റുകളാണ് താരത്തിന്റെ പേരിലുള്ളത്. പ്രതിരോധത്തിന്റെ കെട്ടുറപ്പ് ഊട്ടിയുറപ്പിച്ചില്ലെങ്കിൽ സ്പാനിഷ് പടക്ക് ഫ്രഞ്ച് താരങ്ങളുടെ ഗോളാഘോഷം കാണാനേ സമയമുണ്ടാവുകയുള്ളൂ. കാരണം തന്റെ ഇരയെ കാത്തു നിൽക്കുന്ന കടുവയെപ്പോലെ എല്ലാം ഒത്തുവന്നാൽ പെട്ടെന്ന് കാര്യം തീർക്കുന്ന 2 കുന്തമുനകൾ ഫ്രാൻസിന്റെ മുന്നേറ്റ നിരയിലുണ്ട്. അത് കിലിയൻ എംബാപ്പയും ഒസ്മാനെ ഡെംബലെയുമാണ്. നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വിയർക്കുക ഫ്രാൻസിന്റെ മുന്നേറ്റ നിരയാകും. എതിരാളികൾക്ക് യാതൊരുവിധ ഗ്യാപ്പും നൽകാതെ റിയാക്ട് ചെയ്യുന്ന ഡിഫൻസീവ് ലൈനാണ് സ്പെയിനിൽ ഇക്കണ്ട മത്സരങ്ങളിലത്രയും കാണാനായത്. കലാശപ്പോരിലേക്കുള്ള വഴി ആർക്ക് മുന്നിലാണ് തുറക്കപ്പെടുക എന്നത് പ്രവചിക്കാൻ കഴിയാത്തൊരു പോരാട്ടമാണിത്. സ്ലോ ബിൽഡപ്പിലൂടെ പന്ത് കൈവശം വെച്ച് എതിർക്കാലുകൾക്കിടയിലൂടെ ആധിപത്യമുലർത്തുന്ന ലൂയിസ് ഡെ ലാ ഫ്യൂന്റെയുടെ സ്പെയിനും ഒരൊറ്റ നിമിഷത്തിൽ മത്സരത്തിന്റെ ഗതി മാറ്റുന്ന ദശാംസിന്റെ ആക്രമണ മൂർച്ചയേറിയ ഫ്രാൻസും പടപൊരുതാനൊരുങ്ങുമ്പോൾ ആര് ചിരിക്കുമെന്ന് കണ്ടറിയാം.